NSS വിഷയം അത് കോൺഗ്രസിനുള്ളിൽ തീ പടർന്നു നിൽക്കുന്നുണ്ട്. കാരണം അനുനയിപ്പിക്കാനുള്ള ഔദ്യോഗിക നീക്കങ്ങളൊക്കെ നമ്മൾ പല ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ പോലും നീക്കങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് NSSനെ അനുനയിപ്പിക്കുക തന്നെ വേണം കോൺഗ്രസിന്. PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷിനും പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പെരുന്നയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നടന്നത് സൗഹൃദ സന്ദർശനമാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് പാർട്ടി ആർക്കും ചുമതല നൽകിയിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം ഇതിൽ വരുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ ഉദ്ദേശം NSSനെ അടുത്തു നിർത്തുക എന്ന് തന്നെയായിരുന്നു. NSSന്റെ സർക്കാർ അനുകൂല നിലപാടിൽ കടുത്ത ആശങ്കയിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ NSSുമായി നല്ല ബന്ധമുള്ള നേതാക്കളെ രംഗത്തിറക്കി അനുനയ നീക്കങ്ങൾ സജീവമാക്കുകയാണ്. PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷിനും പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പെരുന്നയിലെത്തി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം സൗഹൃദം മാത്രമെന്ന് തിരുവഞ്ചൂർ പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടെന്ന് തിരുവഞ്ചൂർ തന്നെ പറയാതെ പറയുന്നുണ്ട്. അതല്ല, ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും. ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നതല്ല. അതൊരു പൊളിറ്റിക്കൽ മിഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളവിടെ നേരത്തെ പോകാറുണ്ട്, ഇപ്പോഴും പോയി. നമ്മൾ പോയി കണ്ടു, ഒരു ആശയവിനിമയം നടത്തി. നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്ക്. അതേസമയം കോൺഗ്രസും NSSുമായി നല്ല ബന്ധത്തിലാണെന്നും അത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ പെരുന്നയിലെത്തിയതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരെല്ലാം NSS നേതാക്കന്മാരുമായിട്ട് നല്ല സൗഹൃദമുള്ളവരാണ്. ആ സൗഹൃദം ഒന്നും കൂടെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്. വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ്. അതേസമയം NSSുമായുള്ള അനുനയ നീക്കത്തിന് പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നേതാക്കൾ പെരുന്നയിലേക്ക് എത്തുന്നതിൽ തെറ്റില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. ഒരർത്ഥത്തിലും വിലക്കിയിട്ടില്ല. കാരണം അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഒരാളും പോകുന്നതിന് തടസ്സമില്ല. അവരെല്ലാവരും നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായ സന്ദർശനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഏതെങ്കിലും തരത്തിൽ NSSുമായി അകലുന്നത് നല്ലതല്ലെന്ന ബോധ്യം കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പല നേതാക്കളും വരും ദിവസങ്ങളിൽ പെരുന്നയിലേക്ക് എത്തും അനുനയ ചർച്ചയുമായി. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.